ആലപ്പുഴയിലെ ചീരക്കുഴി ഡാമിലെ വെള്ളത്തിന് പെട്ടെന്നുണ്ടായ നിറമാറ്റം പ്രദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ഭീതിയിലാഴ്ത്തുന്നു. വെള്ളത്തിന് കറുത്ത നിറം ബാധിച്ചതോടെ ഡാമിനെ ആശ്രയിച്ചു കഴിയുന്ന 30ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വെള്ളത്തിലെ മാറ്റം കാരണം മത്സ്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുന്നു. സമീപത്തെ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളോ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളോ പുഴയിൽ കലർന്നതാവാം നിറമാറ്റത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. 2 ദിവസം മുൻപ് കൊണ്ടാഴിയിൽ ഗായത്രി പുഴയോരത്ത് വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. പഴയന്നൂർ, കൊണ്ടാഴി, തിരുവല്ലാമല പഞ്ചായത്തുകളിലെ പ്രധാന കുടിവെള്ള സ്രോതസ് കൂടിയായ ഗായത്രി പുഴയിൽ മാലിന്യം കലരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് പൊതുജനം. അനധികൃതമായി മിഷൻ ചൂണ്ടകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും ഇത്തരം മിഷൻ ചൂണ്ടകൾ കാരണം പരിക്കേറ്റിരുന്നു. ഇത്തരം നിയമവിരുദ്ധമായ മീൻപിടുത്ത രീതികൾക്കെതിരെ കർശന നടപടി വേണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇവിടെ മായനൂര് മരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ മിഷൻ ചൂണ്ട എറിഞ്ഞിട്ട് അതിൻ്റെ കുളത്തുകൾ, ഒരു കുളത്തിൽ 30ഓളം കുളത്ത് ഉണ്ടാവും. ആ കുളത്ത് ഇവർ പൊട്ടിച്ച് എടുത്തിട്ട് ആ കുളത്തുള്ളിൽ നിൽക്കും. അപ്പോൾ അതിൽ കുടുങ്ങിയിട്ട് പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനും ഒരു നിയമ നടപടി ചെയ്തു തരണം. വെള്ളത്തിന്റെ ഒരു കളർ മാറ്റം ഇതൊക്കെ കാണുന്നുണ്ട്. വെള്ളത്തിൽ മാലിന്യം കലർന്നിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഏതാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്താ പറഞ്ഞാൽ ഇതിന്റെ സമീപത്തായിട്ട് ഒരുപാട് കമ്പനികളും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണോ അതോ ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് തള്ളി ഇതാക്കണതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അതേപോലെ തന്നെ ഈ മിഷൻ ചൂണ്ടയായിട്ട് ഒരുപാട് ആൾക്കാർ അത് അംഗീകാരം ഇല്ലാത്തതാണ്. അതിലൊരുപാട് കുളത്തും ഇതൊക്കെ ആയിട്ടാണ് ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചൂണ്ടൽ അവർ അവിടെ കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു വിട്ടിട്ട് പോകാറാണ്. അപ്പോൾ ഇത് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് വല ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒരു തടസ്സം കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാലിലും കയ്യിലും കൊളുത്തിയിട്ടുള്ള ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പഴയന്നൂർ ബ്ലോക്കിലെ 50ഓളം കുടുംബങ്ങളാണ് ഗായത്രി മത്സ്യത്തൊഴിലാളി സംഘം വഴി ഉപജീവനം നടത്തുന്നത്. വെള്ളത്തിലെ നിറമാറ്റവും മീനുകളുടെ കുറവും ഇവരുടെ കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിനും ചീരക്കുഴി ഇറിഗേഷൻ വകുപ്പിനും കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. ഗായത്രി മത്സ്യത്തൊഴിലാളി സംഘം പ്രസിഡന്റ് KC തങ്കപ്പൻ, സെക്രട്ടറി VM ജബ്ബാർ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗം VS സുരേഷ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വെള്ളത്തിലെ നിറമാറ്റത്തിന് കാരണം കണ്ടെത്തണമെന്നും കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിന്റെ കീഴിൽ, ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇവിടെ 10-30ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഡാമിൻ്റെ ഉള്ളിൽ വലയിട്ടാൽ മീൻ കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാലിന്യം വെള്ളത്തിൽ വന്ന് ചാടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത് അറിയുന്നില്ല. വെള്ളം നല്ല ബ്ലാക്ക് കളറാണ്. വല ഇടുമ്പോൾ അതിൽ നല്ല കൊഴുപ്പിന് ഉള്ള കറുപ്പ് കളറുള്ള ഇത് പിടിക്കുകയാണ്. എന്താണെന്നത് അറിയണില്ല. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ള നിയമ നടപടി ചെയ്തു തരണം. മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും ഡാമിൽ നിന്ന് മീൻ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങോട്ട് മൊത്തം വെള്ളം കറുപ്പാണ് വരുന്നത്. ആ വല ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കറുപ്പ് കളറാണ്. അത് അങ്ങനെ പുറത്ത് വേനൽക്കാലാകുമ്പോഴേക്കും അത് കട്ടിയാവും. മുകളിൽ പാട പോലെ വരും. പാട പോലെ വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ചത്തുപൊന്താന്ന്. അതിന് ബഹുമാനപ്പെട്ട മത്സ്യത്തൊഴിലാളി ഓഫീസർമാരും ഇതിനെ മുൻകൈ എടുക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.